ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 9ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയെ നോവിക്കാതെ എന്നുള്ളതാണ്. അപ്പം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചെയ്ത ക്ലാസ്സുകളൊക്കെ പ്ലേലിസ്റ്റ് ആക്കി ഓരോ സ്റ്റാൻഡേർഡ് വൈസ് സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് എന്നിങ്ങനെ ഫോൾഡറിലാക്കിയിട്ടിട്ടുണ്ട്. എല്ലാവരും കാണണം. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ കുറച്ച് മലിനീകരണത്തിൻ്റെയൊക്കെയാണ്, വായു മലിനീകരണവും ജലമലിനീകരണത്തിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കിപ്പോവാം. അപ്പം മാലിന്യങ്ങൾ കത്തിക്കലും വായു മലിനീകരണവും. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തുമ്പോൾ എന്തൊക്കെ പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്? പ്ലാസ്റ്റിക്കും മറ്റും കത്തിക്കുമ്പോൾ കത്തിത്തീരാത്ത അവശേഷിക്കുന്ന വസ്തുക്കൾ ഉണ്ടാകില്ലേ? മഴ പെയ്യുമ്പോൾ ഈ അവശിഷ്ടങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായാണ്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഏതാണെന്നാണ്. അപ്പം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തുമ്പോൾ പുക, വായു അത് മനുഷ്യർ ശ്വസിക്കുന്നു. മനുഷ്യർ കൂടാതെ ജന്തുക്കളും സസ്യങ്ങളും എല്ലാം ശ്വസിക്കുന്നു. പിന്നെ കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ ജലത്തിലൂടെ നമ്മൾ കുടിക്കുകയൊക്കെ ചെയ്യുന്നു. ആ ജലം നമ്മൾ കുടിക്കുന്നതിലൂടെ അതും നമ്മുടെ മനുഷ്യരുടെയും ജന്തുക്കളുടെയും സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന അവർക്കും അതെല്ലാം ദോഷകരമാണ്. അപ്പം മണ്ണിൽ ചേരുമ്പോൾ അത് ആവാസത്തെ തന്നെ നശിപ്പിക്കും. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തുന്നത് വഴി ഉണ്ടാകുന്ന പുക, കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ വായു, മണ്ണ്, ജലം, ജീവജാലങ്ങൾ എന്നിവയെ എല്ലാം പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടല്ലോ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ എന്തൊക്കെ രാസവസ്തുക്കൾ ഉണ്ടാകും? അവ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് കണ്ടെത്തൂ. അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ അപ്പോൾ എന്തൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ, ഡയോക്സിനുകൾ. അപ്പോൾ ഓരോന്ന് നോക്കാം. കാർബൺ മോണോക്സൈഡ് മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, പിന്നെ ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് വരെ ഇടയാക്കും. ഇനി സൾഫർ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നൈട്രജൻ ഡൈ ഓക്സൈഡോ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ശ്വസിച്ചാൽ. പിന്നെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ ശ്വസനത്തിലൂടെ ഉള്ളിൽ ചെല്ലുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ, അലർജി, ആസ്മ, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്കൊക്കെ കാരണമാകും. ഇനി ഡയോക്സിനുകൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നു. ഇനി വായുവിലെ ഘടകങ്ങൾ. വായുവിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അവയുടെ അളവുകൾ താഴെ നൽകിയിരിക്കുന്ന പൈ ഡയഗ്രത്തിൽ നിന്ന് കണ്ടെത്താനെന്നാണ് പറയുന്നത്. അപ്പം വായുവിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ്? നൈട്രജൻ ആണ്, 78%. അപ്പോൾ 78% അന്തരീക്ഷത്തിൽ എന്താണ്? നൈട്രജൻ ആണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. പിന്നെന്താണ്? ഓക്സിജൻ 21%. സെക്കൻഡ് ഓക്സിജൻ ആണ്. പിന്നെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് 0.04 ആണ് കാർബൺ ഡൈ ഓക്സൈഡ് അളവ്. പിന്നെ മറ്റുള്ളവയാണ് അത് 0.96. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഘടകം ഏതാണ്? നൈട്രജനും. വായുവിൽ ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് 21%. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി വായു മലിനീകരണം. അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായു മലിനീകരണം സംഭവിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായു മലിനീകരണത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പം അന്തരീക്ഷ വായുവിലെ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായു മലിനീകരണം സംഭവിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായു മലിനീകരണത്തിന് ഒരു കാരണമാണ്. മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായു മലിനീകരണത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അടുത്ത പാചക ഇന്ധനങ്ങളും വായു മലിനീകരണവും. അപ്പം വിറക്, മണ്ണെണ്ണ,
പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വിവിധ രാസവസ്തുക്കൾ പുറന്തള്ളപ്പെടുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് പ്രധാനമായും പുറത്തു വരുന്നത്. ഇവ അമിതമായി ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. നമ്മൾ ക്യാൻസർ മൂലം, പിന്നെ ശ്വാസകോശ അസുഖങ്ങൾ, ആസ്മ ഒക്കെ വരാം. ശ്വാസകോശ ക്യാൻസർ അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾ വരാനിടയുണ്ട്. ക്ഷീണം, തലകറക്കം ഒക്കെ വരും. ഇനി വാഹനങ്ങളും വായുമലിനീകരണവും. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴും സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികൾ എന്നിവ പുറത്തു വരുന്നുണ്ട്. ഇവ വായുവിൽ കലരുന്നതും വായുമലിനീകരണത്തിന് ഇടയാക്കുന്നു. പിന്നെന്താണ്? ഇനി കേരളത്തിലെ വാഹനപ്പെരുപ്പമാണ്. കേരളത്തിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ 2013 മുതലുള്ള മാറ്റമാണ് ഈ ബാർ ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ 2013 80 ലക്ഷം വരെയാണ് വാഹനങ്ങൾ യൂസ് ചെയ്തിരുന്ന സ്ഥാനത്ത് 2023 ആയപ്പോഴത്തേക്ക് 1,63,00,000. ഇനി എന്താണ്? പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വർധനവ് വായുവിനെ എങ്ങനെ ബാധിക്കും? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാനുള്ള സ്വകാര്യ വാഹനങ്ങളിൽ ഒരാൾ മാത്രം യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതല്ലേ ആണ്. സ്വകാര്യ വാഹനങ്ങളെക്കാൾ പൊതുവാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. സൈക്കിൾ പോലെയുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന വഴി അപ്പോൾ നമുക്ക് കൂടുതൽ വായു മലിനീകരണമൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതിന് നമ്മൾ എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാം. പുക പരിശോധന. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. പുക പരിശോധന കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പുക പരിശോധിക്കുന്നത് കണ്ടിട്ടില്ലേ? വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത്. എഞ്ചിൻ തകരാർ, കാലപ്പഴക്കം, ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പുക പരിശോധന എങ്ങനെയാണ് വായു മലിനീകരണം കുറയ്ക്കാൻ സഹായകമാക്കുന്നത്? എങ്ങനെയാണ്? കാലപ്പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി പുതിയത് മേടിക്കുക. അങ്ങനെ എഞ്ചിൻ തകരാറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കുക. അതൊക്കെ വഴി അങ്ങനെയൊക്കെ നമുക്ക് വായു മലിനീകരണത്തെ കുറയ്ക്കാൻ സാധിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾ. പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് വെച്ച് അതിൽ EV എന്നെഴുതി ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെ പച്ച നിറമുള്ള പ്ലേറ്റ് വെച്ച് അതിൽ EV എന്നെഴുതി ഇലക്ട്രിക് വാഹനങ്ങൾ പെട്രോൾ, ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ പുറത്തു വിടുന്നില്ല. വാഹനങ്ങൾ മൂലമുള്ള വായു മലിനീകരണത്തിന് ഒരു പരിഹാരം കൂടിയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് വായു മലിനീകരണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പൈ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം 45% പൊടിപടലങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൽ നിന്നാണ്. മാലിന്യങ്ങൾ കത്തിക്കുന്നത് മൂലം 17%, വാഹനങ്ങളിൽ നിന്ന് 14%, ഡീസൽ ജനറേറ്ററിൽ നിന്ന് 9%, വ്യവസായങ്ങളിൽ നിന്ന് 8%, ഗാർഹിക പാചകം 7%. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ വായു മലിനീകരണം നടക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് ഭൂമിയിലെ ജലം. വെള്ളം സർവത്ര. ഭൂമിയിലെ ആകെ ജലത്തിൽ 97% സമുദ്രജലമാണ്. വെറും 3% മാത്രമാണ് ശുദ്ധജലം, അതായത് ഉപ്പ് കലരാത്ത ജലം ഉള്ളത്. ശുദ്ധജലത്തിന്റെ ഏകദേശം 69% മഞ്ഞുപാളികളായിട്ടാണ് കാണപ്പെടുന്നത്. ഇതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. 30% ഭൂഗർഭ ജലമാണ്. ആകെ ശുദ്ധജലത്തിന്റെ 0.3% മാത്രമാണ് നമ്മുടെ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലും ഉള്ളത്. അതിൻ്റെ ഒരു പൈച്ചാട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പുജലം 97% ഉണ്ട്. ശുദ്ധജലം അതിൽ 3% തന്നെ. ശുദ്ധജലത്തിൽ തന്നെ മഞ്ഞുപാളികളായിട്ട് 68.7% കിടക്കുന്നത്. പിന്നെ ഭൂഗർഭജലം 30.1%, 1%. ഉപരിതല ജലം എന്ന് വെച്ചാൽ 0.3, മറ്റുള്ളവ 0.9. ജലാശയങ്ങൾ എങ്ങനെയെല്ലാം മലിനമാകുന്നത്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, പിന്നെ രാസവസ്തുക്കൾ ഒഴുകിയെത്തുന്നതൊക്കെ. ഇനി എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ജലങ്ങളിൽ ആൽഗ പോലുള്ള
ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു. നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം ജലത്തിലെ മറ്റ് സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയങ്ങളിൽ നിലനിന്നിരുന്ന ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുകയും ചെയ്യുന്നു. അതാണ് യൂട്രോഫിക്കേഷൻ. ഇനി ഈ കൊടുത്തേക്കുന്ന ജലമലിനീകരണത്തിന് കാരണമാകുന്ന സന്ദർഭങ്ങളാണ് കൊടുത്തേക്കുന്നത്. രാസകീടനാശിനികളുടെ അമിത ഉപയോഗം, പിന്നെ മലിനജലം ഓടകളിലേക്ക് ഒഴുക്കി വിടുന്നു, അറവുശാലകളിലെ മാലിന്യം മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത്, പിന്നെ വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നതൊക്കെ. അപ്പോൾ എല്ലാ രീതിയിലുള്ള മലിനീകരണങ്ങളിൽ നിന്നും ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പിന്നെ കുടിവെള്ളം പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൽ നിറമുണ്ടോ മണമുണ്ടോ അതൊക്കെ ഒരു പരീക്ഷണമായിട്ട് ചെയ്യുന്നതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അടുത്ത കുടിവെള്ള ശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങളാണ് തിളപ്പിക്കൽ. കുറഞ്ഞത് 1 മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും, എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കും. ഇനി അരിക്കൽ എന്താണ്? ജലത്തിലുള്ള അലേയ മാലിന്യങ്ങൾ അരിപ്പകൾ ഉപയോഗിച്ച് വേർതിരിക്കുന്നു, എന്നാൽ സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നില്ല. ഇനി അടിയിക്കൽ എന്താണ്? അടിയിക്കൽ ജലത്തിലുള്ള അലേയ മാലിന്യങ്ങളെ അടിയെ അനുവദിക്കുന്നു. മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കാം. സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ ഈ രീതി ഉപയോഗിച്ച് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. ഇനി ക്ലോറിനേഷൻ എന്താണ്? ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും, എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങളെ മാറ്റാൻ കഴിയില്ല. അടുത്ത ഡിസ്റ്റിലേഷൻ. ജലം തിളപ്പിച്ച് നീരാവിയാവുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത്. ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായില്ല. ഇനി മണ്ണ് മലിനീകരണത്തെ കുറിച്ചിട്ടുണ്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. മാലിന്യ സംസ്കരണം ശാസ്ത്രീയ രീതികൾ. മാലിന്യങ്ങളെ അവ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ഇത് ഉറവിട മാലിന്യ സംസ്കരണം എന്നറിയപ്പെടുന്നു. മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക എന്നതാണ് ഇതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ജൈവ മാലിന്യങ്ങളെ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ ചെറുരാസ സംയുക്തങ്ങളായി വിഘടിപ്പിക്കാൻ കഴിയും. ഇവ ജീർണിച്ചുണ്ടാകുന്ന നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫർ എന്നിവ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. ഇതിനാൽ ഇവയെ വളമായി ഉപയോഗിക്കാൻ കഴിയുന്നു. ജൈവ മാലിന്യങ്ങൾ ശരിയായ മാർഗങ്ങളിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ ഇവ ജൈവവളമായി മാറുകയുള്ളൂ. ഗാർഹിക തലത്തിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് പ്രധാനമായും 3 രീതികളാണുള്ളത്. എന്തൊക്കെയാണ്? മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്, പിന്നെ ജൈവവാതക നിർമ്മാണം, അതായത് ബയോഗ്യാസ് നിർമ്മാണം എന്ന് പറയുന്നത്. മണ്ണിര ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതി കൂടിയാണ്. പ്ലാസ്റ്റിക് പാത്രം, വലിയ ചട്ടി, സിമന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ മണ്ണിര കമ്പോസ്റ്റിംഗ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നു. മണ്ണിര ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും അതിന്റെ വിസർജ്യം വളമായി മാറുകയും ചെയ്യുന്നു. മണ്ണിര കമ്പോസ്റ്റിംഗ് വഴി ലഭിക്കുന്ന വളം മറ്റു കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചതായിരിക്കും. പിന്നെ വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബയോ കമ്പോസ്റ്റ് ബിന്നിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ജൈവ സംസ്കരണത്തിന് ഉതകുന്ന വിധം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ തട്ടുകളായി അടുക്കി വെച്ചിട്ടുള്ള ബയോ കമ്പോസ്റ്റ് ബിന്നാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിൽ നടക്കുന്നത് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് പ്രക്രിയയാണ്. ഇനി ജൈവവാതക നിർമ്മാണം അഥവാ ബയോഗ്യാസ് പ്രൊഡക്ഷൻ.
ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്, ബയോഗ്യാസ് പ്ലാന്റ്. ഇത് മാലിന്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുന്നത് കൂടാതെ പാചകവാതകം അഥവാ ബയോഗ്യാസ് വളമായി ഉപയോഗിക്കാവുന്ന സ്ലറി എന്നിവ ഉൽപ്പന്നങ്ങളായി ലഭിക്കുകയും ചെയ്യുന്നു. ഇനി അജൈവ മാലിന്യ സംസ്കരണം നോക്കാം. അതായത് പുനഃചംക്രമണത്തിന് വിധേയമാക്കാൻ കഴിയാത്ത അജൈവ മാലിന്യങ്ങളെ വിവിധ രീതിയിൽ സംസ്കരിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ ഉന്നത ഊഷ്മാവിൽ കത്തിക്കൽ, പിന്നെ ശാസ്ത്രീയമായ രീതിയിൽ മണ്ണിൽ കുഴിച്ചു മൂടൽ, ഒരു കാരണവശാലും കത്തിക്കാനോ കുഴിച്ചു മൂടാനോ പാടില്ലാത്ത പെയിന്റ് ടിന്നുകൾ, വിവിധതരം ബാറ്ററികൾ, CFL ലാമ്പുകൾ, കീടനാശിനി ടിന്നുകൾ, മരുന്നുകൾ, കീടനാശിനികൾ തുടങ്ങിയ അപകടകരമായ മാലിന്യങ്ങൾ പ്രത്യേകം കറുത്ത നിറമുള്ള കണ്ടെയ്നറുകളിൽ ശേഖരിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. ഇനി അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാനുള്ള നടപടികളാണ് 3R തത്വം എന്ന് പറയുന്നത്. എന്താണ് 3R അഥവാ 3R തത്വം എന്ന് വെച്ചാൽ അതായത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ് എന്ന് വെച്ചാൽ ഉപയോഗം കുറയ്ക്കുക, റീയൂസ് എന്ന് വെച്ചാൽ പുനരുപയോഗം ചെയ്യുക, ഇനി റീസൈക്കിൾ എന്താണ്, പുനഃചംക്രമണം ചെയ്യുക. അപ്പം 3R തത്വം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാനുള്ള നടപടിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലാസ്റ്റിക് തെർമോക്കോൾ, പ്ലേറ്റുകൾ, മിനറൽ വാട്ടർ ബോട്ടിലൊക്കെ റെഡ്യൂസ് ചെയ്യാം, അതാണ് 6 വെച്ച് ഉദ്ദേശിക്കുന്നത്. ഇനി റീയൂസ് ചെയ്യാവുന്നതാണ് പ്ലാസ്റ്റിക് സഞ്ചികൾ, പ്ലാസ്റ്റിക് ഭരണികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ. ഇനി റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ് ലോഹ നിർമ്മിത വസ്തുക്കൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ, പഴയ പാത്രങ്ങൾ, മാസികകൾ, പിന്നെ കാർഡ്ബോർഡ്സ്, പിന്നെ ഗ്ലാസ് കുപ്പികളൊക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. ഇനി എന്താണ് ഹരിതകർമ്മസേന? ഹരിതകർമ്മസേന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ്. കേരള സർക്കാർ നടപ്പിലാക്കിയ ഹരിത കേരളം മിഷൻ പദ്ധതിയുടെ ഭാഗമായി 2017 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മസേനയുടെ രൂപീകരണം നടന്നതെന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്? വീടുകളിലും സ്ഥാപനങ്ങളിലും ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക. പിന്നെ കമ്പോസ്റ്റിംഗ് രീതി സ്വീകരിക്കുന്ന വീടുകളിലും സ്ഥാപനങ്ങളിലും മാസത്തിലൊരിക്കൽ അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എത്തിക്കുക. പിന്നെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചിത ഇടവേളകളിൽ അജൈവ മാലിന്യം തരംതിരിച്ച് ശേഖരിക്കുക. പിന്നെ ഗ്രീൻ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുക എന്നൊക്കെയാണ്. ഇത്രയൊക്കെയാണ് ഇവരുടെ സേവനങ്ങളെന്ന് പറഞ്ഞത്, ഇവരുടെ കടമകൾ. പിന്നെ ഒരു പ്രോജക്റ്റാണ്, അന്വേഷണ പ്രോജക്റ്റ്. ബാക്കി കുട്ടികൾക്കുള്ളതാണ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹരിതകർമ്മസേന വന്ന വർഷം 2017. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ. താങ്ക് യു.